ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ അഭിമന്യു എന്ന ചെറുപ്പക്കാരന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നായ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ലൈബ്രറി എന്നതും സ്വന്തമായി വീടെന്ന സ്വപ്നവും സാക്ഷാത്കാരത്തിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽദാനവും ലൈബ്രറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. രാവിലെ വട്ടവടയിലെത്തിയ മുഖ്യമന്ത്രി അഭിമന്യുവിനെ സംസ്കരിച്ച സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് പുതിയ വീട്ടിലെത്തി. മുഖ്യമന്ത്രിയെ കണ്ട് പൊട്ടിക്കരഞ്ഞ അഭിമന്യുവിന്റെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. തുടർന്ന് വീടിന്റെ താക്കോൽദാനവും സ്ഥലത്തിന്റെ പട്ടയവും കുടുംബത്തിനു വേണ്ടി സമാഹരിച്ച തുക ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും അഭിമന്യുവിന്റെ പിതാവ് മനോഹരൻ, മാതാവ് ഭൂപതി, സഹോദരങ്ങളായ കൗസല്യ, പരിജിത്ത് എന്നിവർക്ക് കൈമാറി. അഭിമന്യുവിന്റെ കൊലപാതകം സ്വാഭാവികമായി നടന്നതല്ലെന്നും കരുതിക്കൂട്ടി ചെയ്തതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യാദൃശ്ചികമായുണ്ടായ ഒരു സംഭവത്തിൽ നടന്ന കൊലയായിരുന്നില്ല. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച കൊലയായിരുന്നു. തുടർന്ന് വട്ടവട പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. അഭിമന്യുവിനൊപ്പം ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ അർജുനും അമ്മയും ഉദ്ഘാടന യോഗത്തിന് എത്തിയിരുന്നു. വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി, ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ദേവികുളം MLA S രാജേന്ദ്രൻ, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു തുടങ്ങിയ നേതാക്കന്മാരും നിരവധി മഹാരാജാസ് വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു. ബിനീഷ് ആന്റണി, റിപ്പോർട്ടർ, ഇടുക്കി.